ഇന്ന് ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. ഈ വർഷത്തെ ബ്ലഡ് ഡോണർ ഡേയുടെ തീം ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് ടുഗെദർ വി സേവ് ലൈഫ്സ്. ഹായ്, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വള്ളുവനാട് ഹോസ്പിറ്റൽസ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഒരു നല്ല വോളണ്ടറി ബ്ലഡ് ഡോണർ ആവാം. ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? അതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 18 വയസ്സിന്റെയും 60 വയസ്സിന്റെ ഇടയിലുള്ള പ്രായത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡോണർ ആകാം. അതോടുകൂടി തന്നെ 45 kgയുടെ മുകളിലുണ്ടെങ്കിൽ ഞങ്ങൾ 350 ml, 55 kgയുടെ മുകളിലാണെങ്കിൽ 450 ml ബ്ലഡ് ആണ് കളക്ട് ചെയ്യുക. സ്ത്രീകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അല്ലെ. സ്ത്രീകൾ ഈ പറഞ്ഞ അതേപോലെ തന്നെ 18 60 വയസ്സിന്റെ ഇടയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, പ്രൊവൈഡഡ് അവരുടെ പീരിയഡ്സ് ടൈമിലാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരും ഡൊണേഷനിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം. അതൊരു പ്രത്യേക കാലയളവിനാണ്. അതിനുശേഷം അവർക്ക് വീണ്ടും ഡോണറായിട്ട് തുടരാവുന്നതാണ്. നമ്മളുടെ സമൂഹത്തിന് ആവശ്യം സേഫ് ബ്ലഡ് ഡോണേഴ്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു സേഫ് ബ്ലഡ് ഡോണറായി അഥവാ ഒരു വോളണ്ടറി റെഗുലർ ഡോണർ ആവുക? അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നല്ല ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, മരുന്ന് വഴിയായാലും എക്സസൈസ് വഴിയായാലും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു വോളണ്ടറി ബ്ലഡ് ഡോണറാണ്. ബ്ലഡ് ഡൊണേഷൻ തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. അതുകൊണ്ട് എല്ലാവരും വോളണ്ടറി ബ്ലഡ് ഡോണറായിട്ട് മുന്നോട്ട് വരിക. അതോടുകൂടി തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവരെ ബ്ലഡ് ഡൊണേഷന് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്പെയർ ചെയ്യുന്ന ഒരു ഹാഫ് ആൻ അവർ ഒരാളുടെ ജീവിതം തന്നെ രക്ഷിച്ചേക്കാം.